മോനെ രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി നമസ്കാരം. അപ്പോ അലിൻ ജോസ് പെരേരയാണ് കേട്ടോ. ഹായ് ഹായ് ഹായ്. അതുകൊണ്ട് തന്നെ ടർബോ തിയേറ്ററിൽ പോയി തന്നെ കാണും. വെല്ലുവിളികൾ എനിക്ക് പ്രശ്നമില്ല. അടിയും ഇടിയും ജനിച്ചപ്പോൾ തുടങ്ങി കൊള്ളുന്നതാണ്. നമുക്ക് ഒരു ക്യാരക്ടർ വൈസ് പറഞ്ഞ മേരിക്കൊണ്ടർ കുഞ്ഞാളിലെ ദിലീപിനെ പോലെയായിരുന്നു എന്റെ പണ്ടത്തെ ക്യാരക്ടർ. അത് കുറച്ച് ഇപ്പോൾ കുറച്ച് ആവേശം ഉജ്ജ്വലമായി. ആവേശം ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ്, ഫഹദ് ഫാസിലിന്റെ. അപ്പൊ ആവേശം സിനിമ കണ്ടപ്പോ എനിക്ക് മൊത്തത്തിൽ ആവേശമായി. പിന്നെ താന്തോന്നി എന്ന സിനിമ, പൃഥ്വിരാജിന്റെ സിനിമ കണ്ടപ്പോ എനിക്ക് വീണ്ടും ആവേശമായി. കാരണം വടക്കൻ വീട്ടിൽ കൊച്ചിനോട് കളിക്കാൻ നിൽക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അലിൻ ജോസ് പെരേരയോട് കളിക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തരുവട്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും, എടപ്പള്ളി വന്ന് തന്നെ സിനിമ കാണും. എന്നെ അടിക്കേണ്ട ആവശ്യമില്ല. എന്നെക്കാളും 10-25 വയസ്സ് മൂത്തുള്ള ആൾക്കാരാണ് എന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞത്. ഒരു അനിയനെ പോലെ കാണേണ്ട ആൾക്കാർ നമ്മളെ ശത്രുവായിട്ട് കാണുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മള് റിവ്യൂ ഫീൽഡിൽ കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾക്ക് ഫെയിം ഉണ്ട്, പ്രശസ്തിയുണ്ട്, അംഗീകാരങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും കിട്ടുന്നതാണ്. ഓരോ 10ാം ക്ലാസ് പരീക്ഷ ഫുൾ A+ കിട്ടിയാൽ അവിടെ പൊന്നാടയും ആദരവും ഉണ്ടാവും. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ പൊന്നാടയും ആദരവും കണ്ടപ്പോൾ പലർക്കും അസൂയുണ്ടായി. പിന്നെ എനിക്ക് എപ്പോഴും സ്റ്റേജ് പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യുമ്പോഴും പലർക്കും അസൂയുണ്ട്. അസൂയപ്പെട്ട് കാര്യമില്ല. എന്തായാലും മെയ് 23-ന് ടർബോ റിലീസാണ്. വൈശാഖ് മിഥുൻ മാനുവൽ തോമസിന്റെ കൂട്ടുകെട്ടിൽ മമ്മൂട്ടി ചിത്രം, മമ്മൂക്കയുടെ പുതിയ ചിത്രം ടർബോ മെയ് 23-ന് തിയേറ്ററിലാണ് റിലീസാണ്. ഇന്ന് രാത്രി ട്രെയിലർ റിലീസാണ്. അപ്പോൾ ട്രെയിലർ റിവ്യൂ ഇന്ന് രാത്രി ഉണ്ടാവും. താങ്ക് യു. ഒന്ന് പൊട്ടിക്കമ്പാനെ.